എലി നീയായിരുന്നാ? ഞാൻ വിചാരിച്ചത് നീ വീണ്ടും വാസുവിനായിട്ട് പാച്ചപ്പ് ആവുന്നതാണ്. അടുത്തായിട്ട് ഒരു ബാർ നമ്മൾ വെക്കാൻ ഇങ്ങനെ ഇതാകുന്നുണ്ട്. ഒരു ബഹുമാനമില്ല. ആരാണ് അതാര്? ആരാടാ ഇവിടെ? ആർക്കടാ ബഹുമാനമില്ലാത്ത ഇവിടെ? ആരേ നീ? ഇത് നമ്മുടെ എലിയല്ലടാ. എലി നീയായിരുന്നാ? ഞാൻ കുറച്ച് നാളായിട്ടാ കുറച്ച് പെമ്പിള്ളേർക്കൊക്കെ സിറ്റിയുള്ളവർക്കൊക്കെ ഭയങ്കര അഹങ്കാരം. എന്താ വെച്ചാൽ അതിലുള്ള ഏതോന്ന് വിചാരിച്ച് സിറ്റിയുള്ള പെമ്പിള്ളേർക്ക് കുറച്ച് 2-3 പേർക്ക് ഭയങ്കര ഇതാണ്, അഹങ്കാരാണ് സിറ്റിയില്, കുറച്ച് റോങ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിലാരല്ലോ വിചാരിച്ച്. എലി സ്കൂളിനെ കുറിച്ച് ഒരു വിവരം ഇല്ലല്ലോ. ഇപ്പൊ സ്കൂളിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ആ ഓക്കെ ഓക്കെ. ഒരു കുട്ടിയെങ്കിലും ഉണ്ടല്ലോ നീ പറയണ കേക്കണേ. ചേച്ചി അയ്യോ പെട്രോൾ കൂടെ അടിക്കരുതില്ല മേനീന്ന്. പിച്ചക്കാരി ചേച്ചിയാണ്. പിച്ചക്കാരി എന്നൊക്കെ വിളിക്കുന്നത്. நான் பேசலடா, அந்த பையன் பேசுனாடா. பிச்சைக்காரி சேச்சி இவளே சேச்சின்னு சொல்லணும். പെട്രോളൊക്കെ അടിച്ചു. നീ എത്ര ക്ലാസ്സിലടാ? ഞാൻ 10ല്. 10ലാ? നീ നശിച്ച സ്കൂളിൽ തന്നെയാ പഠിക്കണേ? എലി വിദ്യാലയ? അയ്യോ ഇതില് പഠിക്കൂല ഞാൻ ഒരിക്കലും. ആന്ധ്രാ? അതെന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ശാലിയുടെ കൂട്ടുകാരി. ഹലോ ബ്രോ, സത്യം പറ ഫസ്റ്റ് ഇത് എലി വിദ്യാലയം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച മെഡിസിന്റെ വല്ല ഇതാവുന്ന. എന്താ ഫസ്റ്റ് എലി വിദ്യാലയം എന്ന് പറഞ്ഞപ്പോഴേ മൃഗശാലയാവുന്ന വിചാരിച്ചേ. എലിയൊരു മൃഗമല്ലല്ലോടാ. അതല്ല, എലി എന്തായാലും ഒരു മൃഗത്തിൽ പെട്ടതല്ലേ, മനുഷ്യരല്ല എന്തായാലും. എലി മാമലാണ്, അവൻ അറിയത്തില്ലല്ലോ ഇതൊന്നും. എലി പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ? கேங் லீடர் முன்னாடியா? வேண்டா உள்ளாரே, வேண்டா உள்ளாரே, வேண்டா വിട്ടേക്കടാ വിട്ടേക്കടാ. ഇത് നമ്മുടെ വാസവന്റെ എക്സാ പഴയ പ്രതാപല്ലേ. എക്സ്പയർഡ് എല്ലാം ഇങ്ങ വേണ്ടാ, എക്സ്പയർഡ് എല്ലാം ഇങ്ങ വേണ്ട, വിട് വിട്. എനക്ക് പെണ്ണ് കിട്ടാതാ. എലി സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് നീ വീണ്ടും വാസുവിനായിട്ട് പാച്ചപ്പ് ആവുന്നതാണ്. നിനക്ക് സത്യം പറഞ്ഞ അങ്ങനെ കറക്കിടാനുള്ള കഴിവില്ലേ എലി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാച്ചപ്പ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ ടയറാണ് സൂപ്പർ വിടാൻ വേണ്ടിട്ട് പൊന്നെ, ഒരു സ്റ്റുഡന്റിന്റെ ഒരു സ്കൂൾ ലീഡറാണ് ഇതോ പോണത്. ഒരേ സ്റ്റുഡന്റേ ഉള്ളു, അതിന്റെ അഹങ്കാരമാണ് അവന്റെ. വിസിലടി അല്ല എലി, ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ എലി, നിനക്ക് വളയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഓ അത് കിടില കേട്ടോ. ഒരു സെക്കൻഡ്. സൂര്യ ஸ்கூல்ல ஏதாவது சொல்லி கொடுப்பாளோ? പറയില്ല ഇനിയിപ്പോ.
വേറെ എന്താ പറയാ വന്നെ അപ്പൊ ഇതാ പറഞ്ഞല്ലോ നിനക്ക് ഇങ്ങനെ ജീവിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാരണം നിന്റെ നാക്ക് ഇത്രയും നീണ്ടു കിടക്കല്ലേ ഇങ്ങനെ. അയ്യോ അത് മനസ്സിലായി അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ. എന്തൊക്കെയാടാ പറഞ്ഞത് നിന്റെ അടുത്ത്? നിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്താ? അല്ല അതല്ല പറഞ്ഞോക്കെ ഞാൻ അപ്പൊ തന്നെ മറന്നു. എവരാണ് അവിടുത്തെ ലീഡർ കാപ്പറക്കി? എവന്റെ എടാ ഇല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. അല്ല ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. ഞെക്കിട്ടൊക്കെ സംസാരിക്കണേ, ഞെക്കിട്ട് സംസാരിക്കണേ. അങ്ങനെയൊക്കെ പറ്റൂടാ ഇതില്? എടേ നമ്മള് ഇങ്ങനെ കുറച്ച് നമ്മള് ട്രെൻഡിയാണേ. നമ്മളിങ്ങനെ ചിരിച്ചാലാടാ സത്യം ഏതോ ബൈക്ക് സ്റ്റാർട്ട് പഴയ കാറാ കോച്ച്. അത് தெரியுது 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 பார்த்தாலே தெரியுது ആ തിമിരത്തിന്റെ തമാശ കൊള്ളാം കേട്ടോ. അത് ക്ലാസ് ആയിരുന്നു. ഈ സ്കൂളിൽ എങ്ങനെ പിള്ളേരൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സൂര്യൊക്കെ മുരടിച്ചു പോയി ഇത് കേട്ട് കേട്ട്. സത്യം പറഞ്ഞ ഇനി അവിടെ അപ്പൊ സ്കൂളിന് ആയില്ല. മാനേജർ ആയിരുന്നു, അല്ലാതെ നിന്റെ മോന്റെ ചന്തി എഴുതുന്ന ആയല്ലായിരുന്നു കേട്ടോ. അത് നാരദൻ. ഇവൻ അപ്പിയിടും കഴുകും, അപ്പിയിടും കഴുകും. വീട്ടിൽ നിന്ന് വിടയിപ്പിച്ച് കൊണ്ടുവരുന്നത്. എവിടെ എന്റെ ഗേൾ ഫ്രണ്ട് വൈസ് പ്രിൻസിപ്പൽ മിസ്സസ് അലീന? Leave. She went for a infrastructure development of the school. She is not here right now. She is coming back to പൊള്ളാച്ചിയിൽ പുല്ലെടുക്കാൻ പോയേക്ക തറ മൊത്തം വെച്ച് പിടിപ്പിക്കാൻ. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. നെറ്റിയങ്ങ് അടിക്കുക നമ്മളെ അടുത്ത്. അതിനകത്ത് ബാക്കിയുള്ള പുല്ലാണ് തലയിൽ. അതെ നമ്മള് എല്ലായിടത്തും പറയാവുന്ന ഒരു കാര്യം തന്നെ കുറച്ച് കാര്യം കൊണ്ട് പറഞ്ഞു. നമ്മളെ തൊട്ടടുത്തായിട്ട് ഒരു ബാർ നമ്മൾ വെക്കാൻ ഇങ്ങനെ ഇതാകുന്നുണ്ട്. അതായത് സ്കൂളിന്റെ അതായത് മറ്റേ നിപ്പനടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് പോലെ ഒരു ചെറിയൊരു കൊച്ചു ബാർ എന്തായാലും. അപ്പൊ എലി അതിന്റെ പെർമിഷൻ നമുക്ക് തരണം. സ്കൂളിന്റെ ഇത്ര അടി മാറിയിട്ടാണല്ലോ ബാറൊക്കെ വെക്കാനുള്ള പെർമിഷൻ തരണം എന്ന് പറഞ്ഞിട്ടുള്ളേ. Your school. No, our school. Yes. And you want to stand there and have a drink? Yeah. Not possible, bro. Not possible. Which is not gonna happen. Okay. This is gonna be very, very bar. El Vidyalaya versus TDA. This is gonna be very hectic. I don't know, bro. This is, you know something. These childrens are childrens. These childrens can have a nipple അടിക്കാൻ. നിപ്പിളാ അതവന്റെ വായിൽ വെച്ച് കൊടുത്താൽ ഉണ്ടായിരുന്നോളൂ അവന്. അല്ല ബാക്കി നമ്മൾ ബാർ എന്തായാലും നമ്മൾ പണി തുടങ്ങും. നമ്മൾ അടുത്ത ആഴ്ച யாரோட மேரேஜ்? யாரோட? எனக்கு மேரேஜ் பா நான் சொல்லிந்தேனே எனக்கு நூறு கட்டு வேண்டாம் மேரேஜ் வேணும்னு. അങ്ങോട്ട് മാറില്ല. എലിയുടെ ബാക്കിൽ നിന്നില്ല. അല്ലെങ്കിൽ അടിച്ച് ചെകളാക്കി നിർത്തരും ഇപ്പൊ തന്നെ. സത്യം അവൻ ഇപ്പോഴും നിക്കറി വിടാതെ പെടുക്കാറോടാ അവന്. അവനാണ് கோச் இவங்க இங்கிலீஷ் வந்து பேசுற பேசு. Eli, we need to build bar. We will build. Okay. Yeah, actually we are going to build. Yeah, we are going to build. Okay. That's not gonna happen, coach, because this is gonna be very difficult. You know, this school is very. Very? Did you just teach people like this? No. The way you talk? I am the principal of this school. കിക്കിന്റെ ലോഗ് ഇപ്പൊ ആഡ് ചെയ്യണോ നിങ്ങൾക്ക്? And come to the bar, okay? Come to the bar. This is Okay, let's go. Come. Let's go. Come. Let's go to the bar.
Not that. ആ. This bar No, is no, not what? gonna- അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്താണ് ഇപ്പനെ ദേ, ദേ, ദേ. ചത്തുപോയ ദേവക്കുട്ടിയല്ലേ അല്ല 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 സൂര്യ നിന്റെ സ്റ്റുഡന്റ് പറഞ്ഞു കൊന്ന നിന്റെ സ്കൂളിലെ മാനേജറാണ് വന്നത്. ദേവക്കുട്ടി അല്ല അല്ല എലി ഇത് നമ്മള് എലി സിനിമയാ ഇത് വന്ന് ചീറ്റർ ഏമാത്തുകൊലി. ആ അതാ കോച്ച് ഒരു സെക്കൻഡ് എലി ആ ബാറ് പണിയ ഒരു കാരണമുണ്ട്. അതായത് സ്കൂളില് ഈ പിള്ളേരെ കൊണ്ട് വിടുന്ന മാതാപിതാക്കളില്ലേ അവർക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റാണ്ട് അവർക്ക് രണ്ടെണ്ണം അടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു നിർബന്ധ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട്. If you have any problem, okay? പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യും അപ്പൊ? സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അടിക്കാൻ ആ അതാണ് ഇപ്പൊ പുതിയൊരു ഐഡിയ അല്ലേ പറഞ്ഞേലി. ആ നിങ്ങൾക്ക് സ്ട്രെസ് വരത്തില്ലേ? ഇവനെ പോലത്തെ ഇവനെ ഈ കാളേനൊക്കെ മാച്ച് കിടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ആവൂലേ? നിങ്ങൾക്ക് രണ്ടെണ്ണം അടിക്കാം. ബ്രോ നിങ്ങളുടെ പിഴച്ച ചെറുക്കനെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ അടുത്ത് ആ ചെറുക്കനെ പഠിപ്പിക്കാൻ രണ്ടെണ്ണം അടിച്ചിട്ട് കയറാനാണ്. നിങ്ങൾ എന്തിനു വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനാണ് bro. ടീച്ചറാന്ന് ഇമാതിരി വർത്താനൊക്കെ പറയുന്നത്. അടിച്ചിട്ട് കേറത്താവില്ല, ഇറങ്ങുമ്പോൾ അടിച്ചിട്ട് ഇറങ്ങാം. അത്രേ ഉള്ളൂ. എന്നൊന്നും യാരും സൂര്യ, ഇത് കേക്ക വേണ്ട സൂര്യ, ரொம்ப ദൂരെ പോ സൂര്യ. പോടാ. ഓ കഞ്ചാവ് വിൽക്കുന്ന അടുത്താണ് വെള്ളടിക്കുന്നത്. ഇങ്ങോളാ എങ്ക പോറേ இல்லப்பா தூரம் போ சொன்னாங்களா, தூரம் போயிட்டு இருக்கேன். ആ അനുസരണ ഇതുപോലത്തുള്ള പിള്ളേരെ പഠിപ്പിച്ച് എലി. വലിയ ആക്കാൻ നോക്കുമ്പോ നീ ഒരു ഞാൻ കാര്യം പറയട്ടെ, നിന്റെ സ്കൂളിൽ എന്ന് 10 പിള്ളേർന്ന് പഠിക്കും അന്നുണ്ടല്ല അന്ന് ഞാൻ കീഴടെ തലമുട്ടയടിക്കും. சார் ஸ்கூலுக்கு வரீங்களா சார்? ஸ்கூலுக்கு வரீங்களா சார்? இவன் மொத்தம் வரீங்களா? അതാ കണ്ട അണ്ണനെ അടകൊടനല്ല. സൂര്യ പോലെ കൊച്ചു പിള്ളേര്, സൂര്യ പോലെ കൊച്ചു ജെനുവിൻ കൊച്ചു പിള്ളേര് പഠിക്കുന്ന അന്ന് കീരി മുട്ടയടിക്കും, മുട്ടയടിപ്പിക്കും. അല്ലെങ്കിൽ ഇല്ല 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 ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര, ആ എന്റെ സ്കൂളിൽ 10 പിള്ളേര് പഠിക്കാൻ വരുന്ന സമയത്ത് നീ ആ പാലത്തിന്റെ അടിയിലുള്ള നിപ്പ് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ നിനക്ക് ഞാൻ അവിടെ വിദ്യാഭ്യാസത്തിനുള്ള ഇത് തരും. പോയി നിൽക്കാനാണോ? പാലത്തിനിടയിൽ ഞാൻ വാസവണ്ണി എണ്ണാക്കിനാണ് ഞാൻ പോണ സാധാരണ. അങ്ങോട്ട് പഠിക്കാം. അല്ല വാസവണ്ണന് ഒരു കുഴമ്പ് തേക്കാറുണ്ട്, നടുവിന് വേദനയുണ്ട്. അപ്പൊ അത് മേടിക്കാൻ എപ്പോഴും പാലത്തിണ്ടി പോന്നേ. നിന്റെ അപ്പനല്ല കീരിയണ്ണന്റെ മുട്ടടിക്കുന്ന കാര്യം പറഞ്ഞത്. അവൻ ചന്ദ്ര മുട്ടടിക്കരിച്ചിട്ട് എല്ലാരും വിളിച്ചു പറയുന്നേ. അറിയാ അപ്പൊ എന്തായാലും അല്ലല്ല നിങ്ങള് സ്കൂളെന്ന് പറഞ്ഞ ഒരു 5 പിള്ളേരെങ്കിലും പഠിപ്പിക്കല്ലേ? നമ്മളൊക്കെ കാണട്ടത്. അല്ലെങ്കിൽ എലി സ്കൂളിൽ എത്ര പിള്ളേരുണ്ട്? ഇപ്പൊ 7 പേരുണ്ട്. നീയൊക്കെ കൂടെ വിചാരിച്ച എന്റെ പൊന്ന് കഴിവില്ലാത്ത ശരി. ഉണ്ടാക്കിത്താ. എന്നൊരു കാര്യം ചെയ്യോ? ശരി എന്നൊരു കാര്യം ചെയ്യും. എന്നാ ദേവക്കുട്ടിയിലെ ഗിരിനെ ഒരു മാസത്തേക്ക് ഒരു ട്രിപ്പിൽ വിട്. നിനക്ക് അത്രയ്ക്ക് നിന്റെ മാനേജറിനെ നിന്റെ മാനേജർ എടാ ഗിരി അവളെ വിളി. അല്ലേ അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്തിനാണ് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാനും ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ട്. ആ അതെ എലി ഒന്നുകൂടി കേട്ടോ സൂര്യ. இந்த റോബറി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഇരിക്കടാ സിറ്റിയില്. റോബറി മറ്റേ മെയിൻ ബാങ്ക് റോബറി, ഷോപ്പ് റോബറി ഇതിലൊക്കെ പ്രൊഫഷണൽ ആവുന്നതുക്ക് ഒരു സ്കൂൾ ഉണ്ട്. നീ അവിടെ പോണാ എലി വിദ്യാലയം പോണാ? அப்ப அந்த ஸ்கூல் எங்க இருக்கு சொல்லுப்பா. ഇത്ര മനസ്സിലായില്ലേ? ஸ்பெஷல் கிளாஸ் வந்து ഈ പിഴച്ചവനുണ്ടായവനെ ഈ പോയിട്ടോ அப்பா அங்க தனியா ஒரு கிளாஸ் எடுக்கறேன்னு சொல்லுப்பா. கஞ்சா எனக்கு கஞ்சா സെറ്റാക്ക നീ പോട്ടാ രാശി എവിടെ? ഇത്രേ ഉള്ളൂ നമ്മളെ പേര് പറഞ്ഞു കൊടുക്ക്. ശരി ശരി പോയി. കൊണ്ട് നീയൊക്കെ വാട്ടോ സ്കൂളിന്റെ അടുത്തോട്ട് കാണിച്ചു തരാം ഞാൻ. വെല്ലുവിളിയാണാ? എനിക്കറിയാം പക്ഷെ അവൻ എന്താ പറയണ്ടത്? പല്ലടല്ലേ എന്റെ പല്ല് എന്തുവാടാ? മനസ്സിലായില്ലേ? പല്ലില്ലടാ കിളവിക്ക് തെറ്റുമല്ല. അയ്യപ്പാ
അയ്യോ എരിയ തുറച്ച് അവനെല്ലാരും അടിക്കണ്ട, അവന് ഭ്രാന്താടാ. അയ്യോ അവരെന്നെ ഒരുത്തർ അടിച്ചെടുത്ത് കാറിന്റെ മോളിൽ കൂടെ എടുത്തെറിഞ്ഞ്. ഇത് എലിയെ ദേവക്കുട്ടിയൊക്കെ തിരിച്ച് കൊല്ലണമാ. അടിച്ചോല്ലേ അടിച്ചോലെ വടിയുണ്ടാ? വടി എനക്ക് ഉണക്കുറാ. നീ എന്റെ സാർക്ക് അടിക്കുമല്ലേ? മൂത്തോരടിക്കാൻ പറഞ്ഞോളൂ അതിന്റെ. അയ്യോ എന്നെ കൊണ്ട് എടാ റൂൾ ബുക്കില് മക്കളടിക്കില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? മക്കളെ അടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? അയ്യോ ഇതെന്തിന് വെള്ളോ? കുറച്ചു ദിവസം കൊണ്ടൊന്ന് വെട്ടാലാണ്ടിരിക്കാ. സൂര്യ ഒരു നുള്ളു തരണം തന്നെ വിചാരിച്ചത്, നീ വീഴോന്ന് വിചാരിച്ചില്ല കേട്ടാ. എടാ സിറ്റിയിലെ ഇപ്പൊ നിലവിൽ ഏറ്റവും വലിയ കള്ളനാറാ? അവ ശാമിയാണ് അടങ്ങിയില്ലേ? ഇതാര് സാറേ ബാക്കി വണ്ടിയിരുന്നപ്പോ നീ കഷണ്ടി ആയിരുന്നടാ. അല്ല വണ്ടിയിരുന്നപ്പോ വണ്ടിക്കകത്ത് കാണിച്ചിട്ട് വരവാ அந்த இடத்த. ആ ഓക്കെ കൊച്ചു ഒരു സെക്കൻഡ് ഇവര് എണീച്ചിട്ടപ്പുറം പോരാ. ഓ എടാ അവരും തല ഇറങ്ങി വീണാടാ. അവർക്ക് ചെറിയൊരു കൊട്ടനല്ലടാ വിളിച്ചോ. ആരാ? കാർലോണ തഫ് ഗോഡ്. ആ സാമി ശരണം. സൂര്യ പോയിട്ട് വരാം. സുഖല്ലേ സൂര്യ? കോച്ചിങ് വാങ്ങവാ പിരിയവർക്കിട്ട് വമ്പ് കാണിക്കാതെ കേട്ടാ. ആ പോട്ടെ ആ പോയി പാരസെറ്റമോൾ അല്ലേ കഴി. കോച്ച് പോലാം. കർത്താവ് ഇതന്നെ ഇടിക്കാനാണോ? ഓ പേടിച്ച് കളഞ്ഞാന്. കേറ് കോച്ചിന്റെ പറവതോ അവിടെ അങ്ങോട്ട് വീണ് കേട്ടാ. ഉള്ള ആര്? ഇല്ലല്ലോ, ആരെ വിളിക്കാൻ പറ്റത്തില്ല. എവിടെ ഹൗസ് പാർട്ടി? എന്ത് ഹൗസ് പാർട്ടി? ആര്? കോച്ച് വീടെടുത്തു. കോച്ചിന്റെ ചിന്ന വീട് ഉദ്ഘാടനം. ചിന്ന വീട്. ചന്ദ്ര നീനത് എനിക്ക് മനസ്സിലാവും. ഇത്രയും വലിയ ഗ്യാങ് ഹൗസ് ഇവിടെ കിടന്നിട്ട് അങ്ങനെ എന്തിനാ ചിന്ന വീട്? ചിന്ന വീട് വേണം. കിരി പോയിട്ട് മാർക്ക് പണ്ണ. കിരി വരണ കിരി പോസ്റ്റല്ലേ?